അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഫർസാൻ സാധനം പിക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാധനം എന്താണെന്ന് അവൻ വന്നിട്ട് കാണിച്ചു തരാം. എൻ്റെ ഫുൾ അൺബോക്സിങ് വീഡിയോസൊക്കെ ഉണ്ടാകും നമ്മുടെ വക. അപ്പോൾ ഫുള്ള് ഇരുന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ അൺബോക്സിങ് വീഡിയോസ് ആയിരിക്കും. പൊട്ടിച്ചൂല അത് ബുക്ക്ലെറ്റ് ഉണ്ട്. ബുക്ക്ലെറ്റ് തന്നെ പറയാം. ഹോളിലാൻഡിന്റെ മാർക്ക് 2 ലേറ്റസ്റ്റ് സാധനം. ബുക്ക്ലെറ്റിൽ സ്റ്റിക്കറുകളുണ്ട്. ബുക്ക്ലെറ്റ് ഫുൾ അഴിക്കി. സ്റ്റിക്കറൊന്നും ഇല്ല അത് ഇത് ഓപ്പൺ ചെയ്യടാ. ഇതിലെന്തിട്ടാ നല്ലതെന്ന് പറയും. അങ്ങനെയാണ് വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യാം. നിന്റെ പൈസ വെച്ചാണെങ്കിൽ വി ആർ ഹിയർ ഫോർ യു. ഇതെന്നിട്ടാ, ഇതെങ്ങനെ കണക്ട് ചെയ്യണം, യൂസർ മാനുവൽ സാധനങ്ങളൊക്കെ. നിനക്ക് ഇത് തരാം. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിട്ടാടാ? ഇത് സ്റ്റിക്കർ പറിച്ചെടുത്താരോ? ഇത് നമുക്ക് ഇത് ഇവിടെ സാധനം ഉണ്ട്. നമ്മളെ ഇതെന്ന് വെച്ചാല് നമ്മളെ മൈക്ക് ഉണ്ട്. മൈക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്ക് നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എന്റെ അറിയാം. അടുത്ത് നമ്മുടെ എന്തിട്ടാ കഴിഞ്ഞില്ലേ? പിന്നെ യൂസർ നല്ലത് അതൊന്നും നമുക്ക് അറിയാം. നമുക്കിതൊന്നും ആവശ്യമില്ലല്ലേ. മലയാളീസ് ഒന്നും നോക്കിയിട്ടല്ലോ നമ്മ ചെയ്യാറ്. അതെ അല്ലല്ലേ അല്ലേ? നീ അടുത്ത് ഇത് പൊളിക്ക്. ഇത് പിന്നെ ഇതെന്ന് പറഞ്ഞാല് ലൈറ്റ്നിങ് ആണ്. പഴയ ഐഫോണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് സി ടൈപ്പാ. ഇത് സി ടൈപ്പ്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യാം, പുതിയ ഐഫോണിൽ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ പരിപാടിയും നടക്കും. പിന്നെ പെട്ടിക്കകത്ത് ചാർജർ ഉണ്ടോ? ഇല്ല. ഒരു ഇതുണ്ട് പൗച്ച്. ഇതൊന്നുമില്ല. നമുക്ക് ഇത് ജസ്റ്റ് വെക്കാം, പരിപാടി വിളിക്കുക. പിന്നെ മൈക്കും വെക്കാനുള്ള മനസ്സിലായി. എല്ലാവർക്കും അറിയാനാണ്. പിന്നെ തൂക്കിനാനുള്ള ചെറിയ വെള്ളിയും പരിപാടിയും കാര്യങ്ങളും. പിന്നെ പറഞ്ഞാൽ ചാർജറിലാന്നുണ്ട്. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവനെ. ഇത് നമുക്ക് നമ്മളെ ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓഡിയോ ജാക്കാണ്. ഇതാണ് ഈ പെട്ടിക്കകത്തുള്ളത്. ഇനി നമ്മുടെ മെയിൻ ബോക്സ്. ഇത് നേരത്തെ പറഞ്ഞ ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വെക്കണ റിസീവറിന് നമ്മൾ ക്യാമറ ടോപ്പിൽ ഇങ്ങനെ വെക്കും. ഇതുമാ ഓഡിയോ ജാക്കി കുത്തിയിട്ട് നേരെ ക്യാമറയ്ക്ക് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നേരെ ഇതൊരു മാഗ്നറ്റിക് ആണ്. നമ്മളെ ഡ്രസ്സുമല്ലോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് നേരെ ഡ്രസ്സുമ നേരെ കണക്ട് ചെയ്തിട്ട് ഇപ്പം എക്സാമ്പിൾ ഇത് കാണിച്ചു തരാം. കണ്ടോ? ഓക്കെ, ഈസി ടു യൂസ് ആണ് സംഭവം. ഓക്കെ, അല്ലെങ്കിലോ ഇതൊന്നും ഇതിൽ നമുക്ക് ഓഡിയോ ലെവല് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളും അങ്ങനെ. പിന്നെ ഇതിൽ വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ആക്കാം, മോണോ ആക്കാം, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ഇതിന്റെ ഔട്ട് നമ്മള് പറഞ്ഞാൽ നമ്മളെ സാധാ ബഡ്സ് യൂസ് ചെയ്യില്ലേ, ഇയർ ബഡ്സ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിലും ചെറുത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നേരെ ചാർജ് കയറും. പരിപാടി അങ്ങനെ ഉള്ള പരിപാടി. ഇതും നമുക്ക് ചാർജ് ചെയ്യേണ്ട സാധനം. ഇത് നമുക്ക് ഇതിലിട്ട് തന്നെ ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഈ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ബാക്കിൽ ഒരു സി ടൈപ്പ് ഇത് വരുന്നുണ്ട്, പോർട്ട്. അത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കി കണ്ട ലൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഫുൾ ചാർജിന് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കേസ് പൊക്കി തുറന്ന് നോക്കിയാൽ അറിയാം, നമുക്ക് ചാർജ് അറിയാൻ പറ്റില്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ അൺബോക്സിങ്. ഇനി ഇതിന്റെ ഔട്ട് നമ്മള് ലാസ്റ്റ് കാണിച്ചിരുന്നായിരിക്കും വീഡിയോ. അതെ, നമ്മളെ വീഡിയോ നമ്മൾ ഇനി ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ മൈക്ക് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇവിടെ എവിടെയെല്ലാം ഉണ്ടാവും കാണാൻ മൈക്ക് എവിടെ ഇരിക്കണേന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഔട്ട് കാണാം. നമ്മളിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഫോണിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണത് വേറെ ഫോണിലാണ്. അപ്പോൾ ഇതിലെ വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ ഇതേ സെയിം സ്ഥലത്ത് വെച്ചിട്ട് തന്നെ
ഈ കണക്ട് ചെയ്ത ഫോണായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫോണിൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, ഇതിന് മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കാം. അപ്പോൾ വീഡിയോ നമുക്ക് രണ്ടും ഇതൊക്കെ അറിയാം. ഇപ്പോൾ ഇവിടെ നിർത്തും. ഹലോ റിനാസേ, കേൾക്കുന്നുണ്ടാ? ഹലോ റിനാസ്, സാധനം കയ്യിലുണ്ടോ? നീ എന്തെങ്കിലും പറയടാ. മൈക്ക് ടെക്സ്റ്റ് അവനൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഹലോ കേൾക്കണ്ടാ പറയണത്? നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അവനെ ഞാൻ ആ മൈക്ക് വെച്ചിട്ട് ലിഫ്റ്റ് ഇടാൻ പോവാം. അപ്പൊ നമുക്ക് എത്രത്തോളം ലെങ്ത്തിൽ ആ വോയിസ് കിട്ടുന്ന നോക്കാം. നമ്മൾ ഇതിന്റെ മീറ്റർ ഡിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ പോകും, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ സംസാരിച്ച് വെക്കും. ഇപ്പൊ ഇതിൽ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വരാതെ? വരൂ. ഏത് ഭാവി പോണേ? ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് പോണേ? പേടിക്ക് പൊക്കോ. അവൻ ദേ പോവാൻ പോണേട്ടാ. ഓക്കെ ബൈ. സംസാരിച്ച നമ്മപ്പ എങ്ങനെ അറിയാ? ഫസ്റ്റിലെത്തി എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും ചിലപ്പോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫ്ലോർ എത്തിയിട്ടുണ്ട്. നീ അവനോട് ചോദിച്ചാ എന്തെങ്കിലും പറയുന്നു, നമുക്ക് കയറി പോവാ. അയ്യോ ആൾക്കാർ ഓണാക്കിയാ? ഓണാ. ഹലോ കേൾക്കണ്ടാ? ഹലോ മൈക്ക് ചെക്ക്. എന്തൊക്കെയോ മണ്ണത്തരങ്ങളെ എഴുതി രണ്ടുപേരും കൂടി കിട്ടിയ നോക്കട്ടെ ഗായ്സ്. അപ്പൊ നിങ്ങൾ ഈ ഔട്ട് കണ്ടില്ലേ? നമ്മ ജീന്ന് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് എടുത്ത ഇവൻ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ ജീരെത്തി. ഇവനെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് ഇവനെ തേടിക്ക് ഇട്ടിട്ട് റൂമിക്ക് ഇട്ടിട്ട് ചെയ്ത് നോക്കാൻ പോവാ. ഒരു മണ്ടത്തരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഒരു രസമല്ലേ, വേറെ പരിപാടി വേണ്ടേ? അത് സണ്ടല്ലേ തേടിയൊക്കെ ആരെയൊക്കെ ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പാട്ട് പാടി പൊക്കോ. അപ്പൊ എനിക്കറിയാലോ. അതിന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്കറിയാൻ പറ്റില്ല. വീഡിയോയിലും പറയാറേ നിനക്ക് കിട്ടും. നമുക്കിത് ഏകദേശം 48 hours അല്ലേ? എത്ര മണിക്കൂറാ? 48 hours അങ്ങോട്ട് നമുക്ക് ഇതിൽ ബാക്കപ്പ് ബാക്കിൽ. അപ്പൊ ഞാൻ പോണട്ടാ. ബൈ. പോടാ. എനിക്കിവിടെ വയ്യ. ഒറ്റയ്ക്ക് ചൂടണേ ഈ കാഴ്ചയോടെ. അവനിപ്പോ അവിടെ എത്തിന്ന് നമ്മളിപ്പോ ഇങ്ങനെ അറിയാം. കണ്ട നമ്മവിടെ മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മ മൈക്കുള്ളിൽ വെച്ച് മൈക്കിനെ പുറത്ത് വെക്കാൻ ഇഷ്ടമല്ല. തേടിലെത്തിൻ്റെ ഡിസ്കണക്ട് ആയത് കാണിക്കുന്നുണ്ട്. എനിക്ക് റിസീവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഗ്രീന് കത്തുണ്ട്. മേ ബി ചിലപ്പോ ലിഫ്റ്റിൽ ഇങ്ങനെ കയറിയപ്പോ കണക്ട് ചെയ്തായിരിക്കും. ആടാ ഞാൻ പറയണ്ടാ. പിന്നെ മേലെന്നൊക്കെ വിളിച്ച് പറയണ്ടേ എന്താണോ? റൂമിക്ക് പോക്കോ. റൂമിൽ പോട്ടെ. പൊക്കോ ഇപ്പൊ കണക്ട് ആണ്. നോക്കി നോക്ക്. ഡിസ്കണക്ട് ആയി വീണ്ടും. അപ്പൊ അത് അത്ര ലെങ്ത് ഒന്നും കിട്ടൂല എന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ അറിവെന്നല്ല സത്യം. ഇതിലിപ്പോ ഡിസ്കണക്ട് ചെയ്ത് കാണിക്കാൻ ഇപ്പൊ കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇതില് കണ്ട ഗ്രീനും ബ്ലൂ മാറി കത്തണണ്ട. വേറൊന്നുമില്ല കാണിച്ചത്. ബ്ലൂ കത്തിയാ ഡിസ്കണക്ട് ആയി എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ അവിടെ കുറെ പേര് മേലെ കയറി വെക്കാം. വിളിക്കണ്ടി നമുക്ക് മേലെത്തിയിട്ട് കാണാം. വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ 3rd ഫ്ലോറിൽ വെറുതെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടൂല, റൂമിൽ പോകുമ്പോഴും കിട്ടൂല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് 3rd ഫ്ലോർ കിട്ടുന്നുണ്ട്. അപ്പോൾ മേ ബി അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ ജീന്ന് 3rd ഫ്ലോർ വരെ കിട്ടുമായിരിക്കും. റൂമിൽ കയറിയാലും അതുപോലെ തന്നെ മറ്റേ ഇത് കയറില്ലേ, ലിഫ്റ്റ് കയറുമ്പോഴും കിട്ടൂല. അപ്പം അത്ര ലെങ്തി കിട്ടും അത്യാവശ്യം. നമുക്കിപ്പോൾ എന്തായാലും അത്ര ലെങ്ത് ഒന്നും വേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇതിൻ്റെ ഇത് നോക്കിയതാ, ക്വാളിറ്റി നോക്കിയതാ, സിഗ്നൽ റേഞ്ച് എത്രത്തോളം കിട്ടുന്നു. അടിപൊളിയാണ്. ഹോളിലാൻഡ് നൈസാണ്. ബ്ലോഗിങ് സ്റ്റാർട്ട് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ കൊളാബ് ചെയ്തിട്ടുള്ളതാണ് ഹോളിലാൻഡ് ആയിട്ട്. നമ്മള്
അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.